പോർച്ചുഗലിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത കോടികളുടെ തട്ടിപ്പ്. ചെറായി സ്വദേശിനി നീതു പ്ലാക്കലിനെതിരെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. പണവും വിസയും ലഭിക്കാതായതോടെ ഇരകൾ പ്രതിയുടെ വീട് വളഞ്ഞു. വടക്കൻ പറവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദേശ തൊഴിൽ സ്വപ്നം കണ്ട് ലക്ഷങ്ങൾ കൈമാറിയ സാധാരണക്കാരായ ആളുകളാണ് ഒടുവിൽ വഞ്ചിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞ തെരുവിലിറങ്ങിയത്. ചെറായി സ്വദേശിനി നീതു പ്ലാക്കൽ പോർച്ചുഗലിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത 100ഓളം പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. 6 മാസത്തിനകം വിസ റെഡിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച ഓരോരുത്തരിൽ നിന്നായി 8 ലക്ഷം വരെ കൈപ്പറ്റിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. 7 മാസം അവിടെ പോയി വർക്ക് ചെയ്ത് അവിടെ വളരെ ശാരീരികമായിട്ട് പീഡനങ്ങളുണ്ട്. അവിടെ ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ഇനി ഈ നാട്ടിൽ ചെന്നിട്ട് അവർക്കെതിരെ എന്തെങ്കിലും കേസോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ വീട്ടില് ഗുണ്ടകളെ വിട്ട് എന്നെ കൊന്നുകളയും, എന്റെ വീട്ടില് കൊച്ചിനെ അമ്മനെയൊക്കെ കൊന്നുകളയും എന്ന് പറഞ്ഞു. നമ്മള് പെട്ട പോലെ തന്നെ ഇത്രയും പേര് വിട്ടെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു ധൈര്യം കിട്ടിയതിന്റെ ഇതിലാണ് നമ്മൾ ഇനിയും ഒരാൾക്കാർ പോലും ഇതിൽ പറ്റിക്കപ്പെടരുതെന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരിക്കുകയും നൽകിയ തുക തിരികെ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞുമാറുകയും ചെയ്തതോടെയാണ് ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച നീതുവിന്റെ ചെറായിലെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് വടക്കൻ പറവൂർ പോലീസിൽ പരാതി നൽകി. കൂടെ നിൽക്കുന്ന ഒരാളെ പോലും നമുക്ക് പരിചയമില്ല. ആകെ അറിയാവുന്നത് ഒരു പേരാണ്. നമ്മൾ ഈ പേരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലം പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നപ്പെട്ടത്. ഗ്രൂപ്പിൽ വന്നപ്പെട്ടപ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെട്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചെറായി സ്വദേശിയായ നീതു ദുബായിലാണ് ജോലി ചെയ്യുന്നത്. നീതു ജോലി ചെയ്യുന്ന ഹോട്ടലിലെ ഉടമ ബെൻ എന്ന് വിളിക്കുന്ന റോബിൻ, നീതുവിന്റെ അച്ഛൻ പ്രസാദ് എന്നിവർക്കെതിരെയാണ് പോലീസിന്റെ എഫ്ഐആർ. റോബിൻ വഴി എല്ലാവർക്കും ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസിനെ സമീപിക്കുമെന്നാണ് സൂചന. പ്രതികൾക്കായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.